So once again, warm welcome, my friends. So in the last class, we learned about how the economic function of Roman Empire and how was the culture and how was the gender experience and how was the literacy and is there any kind of difference between men and women and so many things we learn. On the last class, we already told that in the next class we will learn about slavery. Slavery is a very interesting institution. Institution in the sense nowadays we don't have any idea about slavery, and we have only experience with some movies. I don't know how many of you have seen 12 Years Slaves, that I think in 2000 something that got Oscar, 12 Years a Slave. In Malayalam also we have movie. So there are so many movies around slavery. So today our topic is controlling workers. എങ്ങനെയാണ് വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യുക? അങ്ങനെ കൺട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു വിഭാഗമായിരുന്നു എന്ത് സ്ലേവറി. അതായത് അവർക്ക് ദേ ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് റൈറ്റ്. യു ആർ ടോട്ടലി സബ്ജുഗേറ്റഡ്, യു ആർ ടോട്ടലി ഒപ്രസ്ഡ്, യു ആർ ടോട്ടലി സപ്രസ്ഡ്. അതാണ് സ്ലേവ്സ്. സോ സ്ലേവറി വാസ് എ ഡീപ്ലി റൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഏർലി റോമൻ എംപയേഴ്സ്. Not in Roman Empire, but that was a world system. So the most of the economic activities was worked or performed by slaves. Most of the economic activities. So once we are take up one example of Augustus. In the time of Augustus, there were around 3 million slaves out of 7.5 million people. So that is around the half of the people. Around the half of the people were slaves. But they preferred the slaves as an investment. സോ സ്ലേവറിനെ കുറിച്ച് നാം ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ലേവറി എന്നുള്ളത് ലോകത്തിലെ പണ്ട് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നിങ്ങൾക്ക് എക്സാമൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ വേർഡ് മറക്കരുത്. സ്ലേവറി എന്താണ്? അന്നത്തെ ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഫസ്റ്റ് പോയിന്റ് അതാണ്. പിന്നെ അന്നത്തെ റോമിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങളെയൊക്കെ എക്കോണമിയെ വർക്ക് ചെയ്തിരുന്നത് ആരായിരുന്നു? പെർഫോം ചെയ്തിരുന്നത് ചെയ്തിരുന്നതും സ്ലേവ്സ് ആയിരുന്നു. മൂന്നാമതായിട്ട് അന്നത്തെ അത്രമാത്രം വലിയൊരു സ്ലേവ്സിൻ്റെ എണ്ണം പറയാനുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ അന്നത്തെ അഗസ്റ്റസിൻ്റെ കാലത്തുണ്ടായിരുന്ന ഏകദേശം 7.5 മില്യൺ ആളുകൾക്കിടയിൽ 3 മില്യൺ സ്ലേവ്സ് ആയിരുന്നു എന്നാണ്. അതായത് അന്നത്തെ ക്രിസ്ത്യാനിറ്റി ഏകദേശം 5th സെഞ്ച്വറിയിൽ വന്ന റോമൻ എംപയറിലേക്ക് കടന്നു വന്ന ക്രിസ്ത്യാനിറ്റി വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുകയും പക്ഷെ ക്രിസ്ത്യാനിറ്റിക്ക് പോലും ഈ സ്ലേവറിയെ തടയാൻ സാധിച്ചിട്ടില്ല. അപ്പം അത്രമാത്രം പ്രധാനപ്പെട്ട അവരുടെ സമൂഹത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നായിരുന്നു സ്ലേവറി എന്നുള്ളത്. അവർ വളരെ ബ്രൂട്ടലായിരുന്നു. അവരുടെ വലിയ അപ്പർ ക്ലാസ്സുകൾ സ്ലേവ്സിനോട് വളരെ ബ്രൂട്ടലായിട്ടാണ് പെരുമാറിയിരുന്നത്. സാധാ ജനങ്ങൾ അവരോട് കുറച്ചും കൂടെ ദയയും പക്വതയോടെയും കൂടെ പെരുമാറുമ്പോൾ അപ്പർ ക്ലാസ്സുകൾ, അന്നത്തെ റോമിലെ അപ്പർ ക്ലാസ്സുകൾ വളരെയധികം ബ്രൂട്ടാലിറ്റിയോട് കൂടിയാണ് ആ സ്ലേവ്സിനോട് പെരുമാറിയിരുന്നത്. അപ്പോൾ ഏകദേശം 1st സെഞ്ച്വറി
ഇന്നത്തെ ക്ലാസ് പറയുകയുണ്ടായി. സോ ഫസ്റ്റ് സെഞ്ചുറി സെക്കൻഡ് സെഞ്ചുറിയൊക്കെ ആയപ്പോൾ ഏകദേശം റോമിൽ സമാധാനമുണ്ടായി എന്ന് പറയുകയുണ്ടായി. അതായത് റോമിൽ സമാധാനം ആരൊക്കെയാണ് സ്ലേവ്സ്? ആരൊക്കെയാണ് സ്ലേവ്സ്? എന്നാൽ അധികം ആൾക്കാർ തടവുകാരാണ്. യുദ്ധത്തിൽ പോയിട്ട് തോറ്റ് പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് അധികം, തടവുകാരാണ് അധികം സ്ലേവ്സ്. സോ ഏകദേശം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെഞ്ചുറിയിൽ റോമിൽ പീസ് ഉണ്ടായി. അതായത് അവർ മറ്റുള്ള സ്ഥലത്തേക്ക് റോമൻ എംപയറിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് നിർത്തിവെച്ചു. അവർക്ക് മനസ്സിലായി ഇറ്റ്സ് ആൻ അൺനെസസറി വൺ, സോ വി ഹാവ് ടു സ്റ്റോപ്പ് ഹിയർ. സോ ദർ വാസ് എ പീസ് ആൻഡ് ഈസ്. സ്വാഭാവികമായിട്ടും യുദ്ധമില്ലെങ്കിൽ എന്തുണ്ടാവും? തടവുകാരുണ്ടാവുമോ? ഇല്ല. സോ അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? സ്ലേവ് ട്രേഡ് ഡിക്ലൈൻ ചെയ്തു. സ്ലേവ് ട്രേഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഏകദേശം 19-ാം നൂറ്റാണ്ടിലാണ്, 1840-കളിലാണ് ഇന്ത്യയിൽ സ്ലേവ് ട്രേഡ് നിരോധിക്കുന്നത്. അതിനു മുമ്പ് ഇന്ത്യയിൽ സ്ലേവ് ട്രേഡ് ഉണ്ടായിരുന്നു, അമേരിക്കയിൽ സ്ലേവ് ട്രേഡ് ഉണ്ടായിരുന്നു, ലോകത്തിൻ്റെ എല്ലാ വിവിധ രാജ്യങ്ങളിലും സ്ലേവ് ട്രേഡ് ഉണ്ടായിരുന്നു. പരസ്പരം മനുഷ്യന്മാരെ എന്ത് ചെയ്യുക? വിൽക്കുക. ഒരു മനുഷ്യൻ തന്നെ മറ്റൊരു മനുഷ്യനെ വിൽക്കുക. നമുക്ക് ഇന്ന് അത് ചിന്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഏകദേശം 100-150 കൊല്ലങ്ങൾ ഏകദേശം അമേരിക്കൻ ഐക്യനാടുകളിൽ ഉണ്ടായിട്ടുള്ള സ്ലേവ് ട്രേഡിനെതിരെ ഉണ്ടായിട്ടുള്ള ധാരാളം വിപ്ലവങ്ങളും അങ്ങനെ മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ധാരാളം പ്രതിഷേധങ്ങളൊക്കെയാണ് ഈ സ്ലേവ് ട്രേഡ് എന്ന് പറയുന്ന സാധനത്തെ ഇല്ലാതാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ വിചാരിക്കേണ്ട ആവശ്യമില്ല. 1000-2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സാധനമാണ് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ അടുത്ത് വരെ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, ഇന്നത്തെ ഇത് മോഡേൺ സ്ലേവറിയാണ്. നമ്മുടെ നാട്ടിലുള്ള ഇന്ന് മോഡേൺ സ്ലേവറിയാണ്. മോഡേൺ സ്ലേവറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ സ്ലേവ് ആട്ടോ എന്ന് പറയില്ല. ഇന്ന് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ഫാക്ടറിയിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ചെറിയ 15 വയസ്സ് പോലും എത്താത്ത 12 വയസ്സും 11 വയസ്സും 9 വയസ്സുമുള്ള ധാരാളം കുട്ടികൾ, സ്കൂളിൽ പോകേണ്ട കുട്ടികൾ എന്ത് ചെയ്യും? അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും വളരെ തുച്ഛമായ വേതനത്തിന്. അത് മോഡേൺ സ്ലേവറിയാണ്. അല്ലെങ്കിൽ പാവപ്പെട്ട ദളിത് അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ വിദ്യാഭ്യാസം നശിപ്പിച്ചിട്ട് അവരുടെ വിദ്യാഭ്യാസം നിഷേധിച്ചിട്ട് അവരെ പണിക്ക് വിടുന്നത് ഒരു മോഡേൺ സ്ലേവറിയുടെ മറ്റൊരു വേർഷനാണ്. അപ്പം സ്ലേവറി എന്നുള്ളത് പണ്ട് കാലത്ത് മാത്രമുള്ളതല്ല, ഇന്ന് അത് വേറെ നിലയ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം. ചെറിയ ലേബറിന് ആൾക്കാരെ ഇത് ചെയ്യുന്ന ധാരാളം കേസുകെട്ടുകൾ ഇന്ന് നിരന്തരമായിട്ട് പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. സോ എന്നിരുന്നാലും നാം പറഞ്ഞു വന്നിരുന്നത് ഏകദേശം 1-ാം നൂറ്റാണ്ടിൽ അവിടെ പീസ് ഉണ്ടാകുകയും അത് സ്ലേവ് ട്രേഡിന് വലിയ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്തു. സോ അവർക്ക് രണ്ട് കാര്യങ്ങളിലേക്ക് അവർക്ക് തിരിയേണ്ടി വന്നു. ഒന്നാമതായിട്ട് ഒന്നുകിൽ എന്ത് ചെയ്യണം? സ്ലേവുകൾ ഉണ്ടാക്കണം, സ്ലേവ് ബ്രീഡിങ് വേണം. അതായത് സ്ലേവുകളിൽ നിന്ന് എന്ത് ചെയ്യുക? അടുത്ത കുട്ടികൾ ഉണ്ടായിട്ട് ആ കുട്ടികളെയും എന്ത് ചെയ്യുക? സ്ലേവായിട്ട് യൂസ് ചെയ്യുക. അതിനാൽ സ്ലേവ് ബ്രീഡിങ് എന്ന് പറയും. രണ്ടാമത്തതായിട്ട് എന്ത് ചെയ്യുക? വേജ് ലേബേഴ്സിനെ യൂസ് ചെയ്യുക. ഈ പണികളൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ സ്ലേവുകൾ വേണം, അല്ലെങ്കിൽ വേജ് ലേബേഴ്സ് വേണം. വേജ് ലേബേഴ്സ് ഇവർക്ക് പൈസ കൊടുക്കണം, വേജ് ലേബേഴ്സിന് സാലറി കൊടുക്കണം. സോ ശരിക്കും പറഞ്ഞാൽ വേജ് ലേബേഴ്സ് ശരിക്കും ഫ്രീ ലേബറാണ്. എന്നുവെച്ചാൽ ഫ്രീ ഇൻ ദ സെൻസ് അവരാരും എന്ത് ചെയ്തിട്ടില്ല? സ്ലേവ് ആക്കിയിട്ടില്ല. അവർ ഫ്രീ ആണ്, എങ്ങോട്ട് പോകാനും ഫ്രീ ആണ്. പക്ഷേ സ്ലേവിന് പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്തായി മാറി? സ്ലേവിന് ഉപയോഗിക്കുന്നതിലേറെ നല്ല വേജ് ലേബേഴ്സിന് ഉപയോഗിക്കുക എന്നുള്ളതായി മാറി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സ്ലേവ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിച്ച് അവർക്കുള്ള ഫുഡ്, അവരുടെ അക്കോമഡേഷൻ തുടങ്ങിയ ധാരാളം കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? അവർക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. വേജ് ലേബർ ആണെങ്കിൽ അവരുടെ വേജ് മാത്രം കൊടുത്താൽ മതി. സോ സ്ലേവ് എന്നുള്ള സ്ലേവിനെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ള ബിക്കം എ മോർ എക്സ്പെൻസീവ് വൺ. അറ്റ് ദ സെയിം ടൈം ദ വേജ് ലേബർ ഈസ് എ കോസ്റ്റ് കട്ടിങ് വൺ. സോ ദ സെലക്ടഡ് ദ സെക്കൻഡ് വൺ, വേജ് ലേബർ. ദാറ്റ് വാസ് എ ഗുഡ് ഓപ്ഷൻ ഫോർ ദം. സോ ഇങ്ങനെ ഈ ഒരു പ്രക്രിയ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത് റോമൻ എംപയറിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആണ് സ്ലേവ്സിനെ ട്രീറ്റ് ചെയ്ത് എന്ന് പറയാൻ പറ്റില്ല.
മറിച്ച് ഈസ്റ്റേൺ പ്രൊവിൻസസുകൾ, റോമിൽ തന്നെയുള്ള ഈസ്റ്റേൺ പ്രൊവിൻസസുകൾ കുറച്ചും കൂടെ നല്ല നിലയ്ക്കാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ എസ്റ്റേറ്റിൻ്റെ മാനേജറാക്കിയിരുന്നു, അവർ ബിസിനസ്സിൻ്റെ മാനേജറാക്കിയിട്ടുണ്ടായിരുന്നു അടിമകളെ. അപ്പം ഇങ്ങനെയുള്ള പല നിലയ്ക്കായിരുന്നു ആളുകൾ അവരോട് ബിഹേവ് ചെയ്തിരുന്നത്, ട്രീറ്റ് ചെയ്തിരുന്നത്. ഇനി ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അന്നത്തെ റോമിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്തില്ലാതെ വിത്തൗട്ട് സൂപ്പർവിഷൻ ദേ വോണ്ട് വർക്ക്. സൂപ്പർവിഷൻ ഇല്ലാതെ എന്ത് ചെയ്യില്ല, ആളുകൾ പണിയെടുക്കില്ല എന്നുള്ള ഒരു വിശ്വാസം റോമിലുണ്ടായിരുന്നു. അതായത് നിരന്തരമായിട്ട് എന്ത് ചെയ്യണം, ഒരാൾ ഒരു കൂട്ടം ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കണം, എന്നാലാണ് എന്ത് ചെയ്യുകയുള്ളൂ, അവർ വർക്ക് ചെയ്യുകയുള്ളൂ എന്നാണ് റോമിലെ ആളുകൾ വിചാരിച്ചിരുന്നത്. അന്നത്തെ തന്നെ ചരിത്രകാരനായിട്ടുള്ള കൊല്ലുമല്ല ഏകദേശം കൊല്ലുമല്ല ഒരു കാര്യം പറയുന്നുണ്ട്, എന്ത് ചെയ്യുക, ഏകദേശം ആളുകൾ എന്ത് ചെയ്യണം, നിരന്തരമായിട്ട് നിരീക്ഷിക്കണം. അതിനേറ്റവും സുഖം ഏകദേശം 10 ആളുകളുടെ ഒരു കൂട്ടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലാരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ചില ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാകും, ചില ആൾക്കാർ വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യാത്ത ആൾക്കാരെ അപ്പോൾ നമുക്ക് പിരിച്ചുവിടാം, അല്ലെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ 10 ആൾക്കാരായിട്ട് നമ്മൾ എടുക്കണം, അതിനെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരാൾ. ഇതൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു ഐഡിയ. അതായത് നിരന്തരമായിട്ടുള്ള നിരീക്ഷണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലൂടെയും അവരെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു അന്ന് റോമിലുണ്ടായിരുന്നത് സ്ലേവ്സിനെ. വേറൊരു പേര് കേട്ടിട്ടുണ്ടാവും, പ്ലിനി ദ എൽഡർ. നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവും? ഹിസ്റ്ററിക്ക് ഇത്രയും കാലം പഠിച്ചു വന്ന ആൾക്കാരല്ലേ നിങ്ങൾ? പ്ലിനി ദ എൽഡർ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്നും കൂടെ ആലോചിച്ച് നോക്കി. സ്കൂളിൽ കേരളത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ എപ്പോഴെങ്കിലും പ്ലിനി എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ നേച്ചറൽ ഹിസ്റ്ററി എന്നുള്ളൊരു പുസ്തകം കേട്ടിട്ടുണ്ടോ? നേച്ചറൽ ഹിസ്റ്ററി എന്നൊരു പുസ്തകം എഴുതിയിട്ടുള്ള, വളരെ വിഖ്യാതമായിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുള്ള അതിൻ്റെ ഓതറാണ് പ്ലിനി. പ്ലിനി അന്നത്തെ ആളുകളുടെ ദുരവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ സ്ലേവ്സിൻ്റെയൊക്കെ കാലുകളിൽ ചെങ്ങലയിട്ടിട്ട്, പരസ്പരം ചെങ്ങലയിട്ട് ബന്ധിച്ചിട്ടാണ് അവരെ പണിക്ക് വിടുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ പരിതാപകരമായിട്ടുള്ള, ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു ഈ പറയുന്ന പാവം തൊഴിലാളികൾ. പിന്നെ മറ്റൊന്ന്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയാണ് ഡ്രക്കോണിയൻ. ഈ പേര് മറക്കാൻ, ഡ്രക്കോണിയൻ എന്ന് പറഞ്ഞാൽ ഏകദേശം അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥയെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന വേർഡാണ് ഡ്രക്കോണിയൻ. ഇന്നത്തെ പത്രങ്ങളിലൊക്കെ നാം പലപ്പോഴും പല അതിക്രൂരമായിട്ടുള്ള, കിരാതമായിട്ടുള്ള നിയമങ്ങളൊക്കെ സൂചിപ്പിക്കാൻ, ബോധിപ്പിക്കുവാൻ, ഇൻഡിക്കേറ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന വേർഡാണ് ഡ്രക്കോണിയൻ. എന്താണ് ഡ്രക്കോണിയൻ? ഡ്രക്കോണിയൻ ലോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതായത് ഏകദേശം 6th സെഞ്ചുറിയിൽ, BC 6th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ഡ്രാക്കോ എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് ഡ്രക്കോണിയൻ എന്ന വേർഡ് വന്നിട്ടുള്ളത്. ഡ്രാക്കോ 6th സെഞ്ചുറി BC. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെറിയ തെറ്റ് ചെയ്താലും, ഇദ്ദേഹം ഒരു ലോ മേക്കറായിരുന്നു, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ശിക്ഷയാണ് വിധിച്ചിരുന്നത്. അതായത് ഏകദേശം ആളുകളിലൊക്കെ തല പോകുന്നൊരു ശിക്ഷയായിരുന്നു എന്ത് ചെയ്തിരുന്നത്, അദ്ദേഹം വിധിച്ചിരുന്നത്. അതായത് അന്നത്തെ റോമിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രക്കോണിയൻ ലോ, ഒരു ഡ്രക്കോണിയൻ സ്റ്റേജ് ആയിരുന്നു. വളരെ അതികിരാതമായിട്ടുള്ള മർദ്ദനങ്ങളും വളരെ ക്രൂരമായിട്ടുള്ള നിയമങ്ങളും ശിക്ഷകളുമായിരുന്നു അന്നത്തെ റോമിലുണ്ടായിരുന്നത്. അതായത് ഒരു വലിയൊരു സ്റ്റേജിലേക്ക് എന്ത് ചെയ്യുക, വലിയൊരു ഓപ്പൺ സ്പേസിലേക്ക് ആളുകളെ, അടിമകളെ എന്ത് ചെയ്യുക, കടത്തിക്കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് അവർ സിംഹവും പുലികളുമായിട്ടൊക്കെ ഏറ്റുമുട്ടുക. ഇതൊക്കെ നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതൊക്കെ ഏകദേശം 12,000 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്നത്തെ റോമിലുണ്ടായിരുന്നിട്ടുള്ള സംഭവങ്ങളാണ്. അവർക്കുള്ള പണിഷ്മെൻറ്റുകൾ ഇത് പണിഷ്മെൻറ്റ് മാത്രമല്ല, ഇതൊരു എൻജോയ്മെൻറ്റും കൂടെ ആയിരുന്നു അവരുടെ. അതായത് റോമക്കാരുടെ എൻജോയ്മെൻ്റ് ആയിരുന്നു മനുഷ്യമൃഗങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കാണുക എന്നുള്ളത്. സോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ചരിത്രകാരനായിട്ടുള്ള
പ്ലിനി നാം ഏതായാലും കേട്ടിട്ടുണ്ടാവും. പ്ലിനി അന്നത്തെ അവസ്ഥകളെക്കുറിച്ച്, അന്നത്തെ ഫാക്ടറികളിലുള്ള അവസ്ഥകളെക്കുറിച്ച്, അല്ലെങ്കിൽ അന്നത്തെ ആളുകൾ അനുഭവിച്ചിരുന്ന ചൂഷണങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. പ്ലിനി പറയുന്നത് നാം നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധാരാളം ഹിസ്റ്റോറിയൻസ് പറയുന്ന കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ പ്ലിനി പറയുന്ന ഒരു സാധനമാണ് നാം ഇപ്പോൾ പറയാൻ പോകുന്നത്. ഫ്രാങ്കിൻസൻസ് ഫാക്ടറി. അതായത് ഫ്രാങ്കിൻസൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം അരോമ, അതായത് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത്തറ്, സുഗന്ധം. ഫ്രാങ്കിൻസൻസ് ഇതിലൊക്കെ ഉള്ള ഫാക്ടറികളിലൊക്കെ പണിയെടുക്കുന്ന ആളുകളെ കുറിച്ച് പറയാറുണ്ട്. അതായത് അവർ പോകുമ്പോൾ എന്ത് ചെയ്യാം, അവർ ഒരു ഫാക്ടറിയിലേക്ക് കയറുമ്പോൾ അവിടെയുള്ള വർക്കേഴ്സുകൾ ഒരു ഏപ്രിൽ ഇടും. ഏപ്രിൽ എന്ന് പറഞ്ഞാൽ മുകളിലൂടെയുള്ള ഒരു വസ്ത്രമിടും. ആ ഏപ്രിലിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു സീല് പതിപ്പിച്ചിട്ടുണ്ടാകും. പിന്നെ ഒരു മാസ്ക് ഇടുക. ആ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ ടൈം അതിട്ട് വർക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അവർ പോവുക. അത് വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ ആ സാധനം ഊരി വെച്ചിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇത് പറയുന്നുണ്ട്, വർക്കേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഏകദേശം AD 398 ആളുകളുടെ മേൽ ബ്രാൻഡ് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു, സീല് ചെയ്യുക. ആളുകൾ കാണുന്ന വശങ്ങളിൽ എവിടെയെങ്കിലും എന്ത് ചെയ്യുക, സീല് ചെയ്യുക. അതായത് അവരെങ്ങോട്ടെങ്കിലും ഓടിപ്പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇയാൾ എന്ത് ചെയ്യും, ഓടിപ്പോയ ആളാണ്, അല്ലെങ്കിൽ എൻ്റെ ഫാക്ടറിയിൽ നിന്നുള്ള ആളാണ്, അല്ലെങ്കിൽ എൻ്റെ കീഴിലുള്ള ആളാണ് എന്ന് എന്ത് ചെയ്യുക, അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇയാൾ ഡെപ്റ്റുകാരനാണ്, ഞാനായിട്ട് കടമുള്ള ആളുകളാണ്, അപ്പോൾ ഇയാളെ കൺട്രോൾ എൻ്റെ അടുത്താണ് എന്ന് അവർക്ക് പറയുവാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരുന്നത്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഫ്രീ ആയിട്ടുള്ള ആളുകൾ തന്നെ വലിയ വലിയ പ്രഭുക്കന്മാരുടെയും വലിയ വലിയ പണക്കാരുടെയും വലിയ ആഠിത്യമുള്ള ആളുകളുടെയും ഒക്കെ അടുക്കൽ വന്നിട്ട് സറണ്ടർ ചെയ്യും. കാരണം സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, ഫുഡ് കിട്ടും. പിന്നെ അന്നത്തെ വലിയൊരു പ്രശ്നമായിരുന്നു, പൂററായിട്ടുള്ള ഫാമിലീസ് അവർ ഡെപ്റ്റ് ബോണ്ടേജിലായിരുന്നു. ഡെപ്റ്റ് ബോണ്ടേജ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ആദ്യം തന്നെ അവർ ചിലപ്പം വലിയൊരു ഫാമിലിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടാകും. ചിലപ്പോൾ ആദ്യം തന്നെ സാലറി വാങ്ങിയിട്ടുണ്ടാകും. പക്ഷെ പിന്നെ അവർക്ക് അത് തിരിച്ചടക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടേയിരിക്കുക. ഇതിങ്ങനെ ഒരു ചങ്ങല പോലെ എന്ത് ചെയ്യുക, പൈസ വാങ്ങുക, പണിയെടുക്കുക, അവർക്ക് വേറെ എങ്ങോട്ട് പോകാൻ സാധിക്കാതിരിക്കുക. ഇതിനെ പറയുന്ന പേരാണ് ഡെപ്റ്റ് ബോണ്ടേജ്. ഏകദേശം 947 എന്നല്ല, ഇന്ത്യയിൽ ഈ അടുത്ത് വരെ അല്ലെങ്കിൽ ഇപ്പോഴും ധാരാളം സ്ഥലങ്ങളിൽ ഉള്ള ഒരു കാര്യമാണ് ഡെപ്റ്റ് ബോണ്ടേജ്. നാം ഒരു അഗസ്റ്റിൻ ചക്രവർത്തിയെ കുറിച്ച് പറഞ്ഞു. അതായത് അഗസ്റ്റിൻ്റെ ലെക്ചറുകളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ലെക്ചറിൽ ഈ അടുത്ത് കണ്ടുകിട്ടപ്പെട്ടുള്ള ഒരു ലെക്ചറിൽ പറയുന്നുണ്ട്, ഏകദേശം അന്നത്തെ ഒരു ഫാമിലി സ്ട്രക്ചറിൽ ഏകദേശം ഈ ഡെപ്റ്റ് ബോണ്ടേജ് ഉള്ള ആളുകൾ ഒരു കുട്ടി ഉണ്ടായാൽ എന്ത് ചെയ്യും, ആ കുട്ടിയെ ആർക്കാണോ ഡെപ്റ്റ് ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി ഏകദേശം 25 കൊല്ലമാവും, 25 കൊല്ലത്തേക്ക് വിൽക്കും. അപ്പോൾ അഗസ്റ്റിൻ ചക്രവർത്തി ഒരു ലോയറുമായിട്ട് സംസാരിക്കുന്ന ഒരു ലെറ്റർ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത്, ഈ കുട്ടി അദ്ദേഹത്തിന് ആ കുട്ടിയെ വിറ്റ പിതാവ് മരണപ്പെട്ടാൽ നമുക്ക് ഈ കുട്ടിയെ ലിബറേറ്റ് ചെയ്യാൻ സാധിക്കുമോ, മോചിപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹം ലോയറുമായിട്ട് ചർച്ച ചെയ്യുന്നത്. സോ അത് വളരെ ഭീകരമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, അന്നത്തെ കാലത്തുണ്ടായിരുന്ന മറ്റൊരു ഭീകരമായിട്ടുള്ള യാഥാർത്ഥ്യമായിരുന്നു റൂറൽ ഇൻഡെപ്റ്റഡ്നെസ്. അതായത് സാധാ നാട്ടിൻപുറങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ആളുകളൊക്കെ കടം കയറി എന്ത് ചെയ്യുക, വലയുന്ന ഒരവസ്ഥ. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇത് നിരന്തരമായിട്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ 1870കളിൽ നടന്ന ഡെക്കാൻ റയോട്ട്സുകൾ ആവട്ടെ, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലും അല്ലെങ്കിൽ ഛോട്ടാ നാഗ്പൂർ പ്ലെയിനിലും മധ്യപ്രദേശിലും ഗുജറാത്തിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ
പഞ്ചാബിലും ഹരിയാനയിലൊക്കെ ഈ റൂറൽ ഇൻഡപ്റ്റഡ്നെസ് എന്ന് പറയുന്നൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയുടെ പിടിയിലായിരുന്നു. ഇവൻ നമ്മുടെ കേരളത്തിൽ പോലും ഈ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെപ്റ്റ് ബോണ്ടേജ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആളുകൾ നിങ്ങൾക്ക് ധാരാളം കടം തരും. പക്ഷെ കടം തന്നാൽ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കുവാനോ അതിന് പലിശ കൊടുക്കുവാനുള്ള പൈസയില്ല. അതിങ്ങനെ പെരുകി പെരുകി വന്ന് എന്ത് ചെയ്യുക, അവർ നിങ്ങളുടെ സ്ഥലങ്ങളുമെല്ലാം പിടിച്ചെടുക്കും. അങ്ങനെ ഏകദേശം AD 66 ഏകദേശം അവിടെ ഒരു ജൂയിഷ് റിവോൾട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ആ ജൂയിഷ് റിവോൾട്ടിൽ പ്രധാനമായിട്ടും ആളുകൾ ചെയ്തത് അവിടെയുള്ള മണി ലെൻഡേഴ്സ്, പണം പലിശയ്ക്ക് കടം കൊടുക്കുന്ന ആളുകളുമായിട്ട് ഇവർ വെച്ചിട്ടുള്ള ബോണ്ടുകളൊക്കെ കത്തിച്ചു കളഞ്ഞു. ഇന്ത്യയിലും നടന്ന ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളാണ്. കാരണം ഇങ്ങനെ ചെയ്ത ആളുകൾക്ക് പോപ്പുലർ സപ്പോർട്ട് കിട്ടും, സാമാന്യ ജനങ്ങളെ സപ്പോർട്ട് കിട്ടും. അതിനുവേണ്ടി അവർ എന്ത് ചെയ്തു, ഈ ബോണ്ടുകളൊക്കെ കത്തിച്ചു കളഞ്ഞു. അതായത് അന്നത്തെ ജനങ്ങളുടെ അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ ആ ബോണ്ട് കത്തിച്ചു കളഞ്ഞു എന്നത് പറയാനല്ല. അന്നത്തെ ജനങ്ങളുടെ ഭീകരമായിട്ടുള്ള അവസ്ഥകൾ ഇങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അന്നത്തെ ജനങ്ങളുടെ അവസ്ഥ, അന്നത്തെ വർക്കിംഗ് ക്ലാസ്സിൻ്റെ അവസ്ഥകൾ എങ്ങനെയായിരുന്നു എന്നാണ് നാം പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അന്നത്തെ സ്ലേവ്സിൻ്റെ അവസ്ഥയെ കുറിച്ച് നാം സംസാരിച്ചു. അതുപോലെ തന്നെ വേജ് ലേബേഴ്സിൻ്റെ അവസ്ഥകളെ കുറിച്ച് നാം സംസാരിച്ചു. അതുപോലെ തന്നെ ഫാമിലി എങ്ങനെയായിരിക്കും, ഒരു റൂറൽ ഫാമിലീൻ്റെ അവസ്ഥകളെ കുറിച്ച് നാം സംസാരിച്ചു. അതുപോലെ തന്നെ റൂറൽ ഇൻഡപ്റ്റഡ്നെസ്സിനെ കുറിച്ച് നാം സംസാരിച്ചു. ഇങ്ങനെ ധാരാളം കാര്യങ്ങളെക്കുറിച്ച് നാം സംസാരിക്കുകയുണ്ട്. പക്ഷേ എല്ലാ രാജാക്കന്മാരും ഇങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതായത് കൃത്യമായിട്ട് രാജാക്കന്മാരാവട്ടെ അല്ലെങ്കിൽ പ്രഭുക്കന്മാരാകട്ടെ കൃത്യമായിട്ട് പൈസ തരാത്ത, അവർക്ക് വേജ് കൊടുക്കാത്ത ആൾക്കാരാണ് എന്ന് നാം തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ചില ആളുകൾ, ഇത് വളരെ റെയറായിട്ടുള്ള കേസായിരിക്കാം, ഒരു രാജാവ് ഒരു 3 വീക്ക് കൊണ്ട് ഒരു സിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി ധാരാളം ഈസ്റ്റേൺ പാർട്ടിലുള്ള ആളുകളെയൊക്കെ ഏകദേശം 5th സെഞ്ച്വറിയിലാണ് തൊഴിലാളികളെ വിളിക്കുകയുണ്ടായി. ഇത് ഈ പറയുന്ന റോമൻ എംപയറിൽ തന്നെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ധാരാളം ലേബേഴ്സ് വരികയുണ്ടായി. അവർ 3 ആഴ്ച കൊണ്ട് ഒരു സിറ്റി നിർമ്മിക്കുകയുണ്ടായി. ഈ സിറ്റി നിർമ്മിച്ച രാജാവിൻ്റെ പേരാണ് അനസ്തേസിയസ്. ഈ രാജാവ് കൃത്യമായിട്ടുള്ള ഹൈ വേജ് കൊടുത്തിട്ടാണ് 3 വീക്ക് കൊണ്ട് ഈ സിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഏകദേശം ഇപ്പം നിങ്ങളുടെ ഈ കൺട്രോളിങ് വർക്കേഴ്സ് എന്നുള്ളതിൻ്റെ അവസാന ഭാഗത്തുണ്ടാവും. ആ പേരുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. സോ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മളിപ്പോൾ എക്കോണമീനെ കുറിച്ച് സംസാരിച്ചു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട എക്കോണമിയുടെ ഒരു വലിയൊരു റൈറ്റ് ഹാൻഡ് ആയിട്ടുണ്ടായിരുന്ന, അന്നത്തെ എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്ന സ്ലേവറി, വേജ് ലേബർ, അതുമൂലം ഉണ്ടാകുന്ന സാധാരണക്കാരുടെ ഇൻഡപ്റ്റഡ്നെസ്, അതുപോലെ തന്നെ ധാരാളം പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇനി അടുത്ത് നമുക്ക് അവിടെ സംസാരിക്കുവാനുള്ളത് അവിടുത്തെ സോഷ്യൽ ഹയറാർക്കീസിനെ കുറിച്ചാണ്. Social hierarchies. How was the society? How was the society organized? Are the people, all the people were equal? Or is there any kind of differences among people? എല്ലാവരും തുല്യരായിരുന്നോ? അതോ ചില ആളുകൾക്കിടയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നോ? നമുക്ക് വളരെ സുപരിചിതമാണ് ഇന്ത്യയിലുണ്ടായിരുന്ന കാസ്റ്റ് സിസ്റ്റം. അതായത് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ജനസംഖ്യകളെ, ഇന്ത്യയിലുണ്ടായിരുന്ന ആളുകളെ കാസ്റ്റ്, ജാതി എങ്ങനെയാണ് വിഭജിച്ചത് എന്ന് നമുക്കറിയാം. ആദ്യമായിട്ട് ബ്രാഹ്മിൻസ്, അവിടുന്ന് ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ശൂദ്രൻ്റെ അടിയിൽ ഇതിലൊന്നുമില്ലാത്ത ആളുകൾ, അതാണ് ദളിത്സ്. ഈ പറയുന്ന ഒരു ഓർഡറിലായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്ന ഹയറാർക്കി. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്
ഫസ്റ്റ് ബ്രാഹ്മിൻസ്, പിന്നെ ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ദളിത്സ്. ഈ ഒരു അവസ്ഥയിലായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്ന സോഷ്യൽ ഹയറാർക്കി നിലനിന്നിരുന്നത്. സോ ഹൗ വാസ് ദ സോഷ്യൽ ഹയറാർക്കി ഇൻ ഏർലി റോം ഓർ ലേറ്റർ റോം? റോമിൽ എങ്ങനെയായിരുന്നു സോഷ്യൽ ഹയറാർക്കി ഉണ്ടായിരുന്നത്? എങ്ങനെയായിരുന്നു? Yesterday we told about kings, senators and army. So of course the social hierarchy of Rome inextricably linked with these three people. The first one is kings and senators, of course the army, and the last one is the common people and mostly slaves. നാം ഇന്നലെ പറഞ്ഞത് രാജാവിനെ കുറിച്ചും സെനറ്റേഴ്സിനെ കുറിച്ചൊക്കെ ആയിരുന്നു. സോ സ്വാഭാവികമായിട്ട് ഇവരൊക്കെ എന്താണ് ഈ സോഷ്യൽ ഹയറാർക്കിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സോ ടാസിറ്റസ് അന്നത്തെ ഒരു ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം അന്നത്തെ സോഷ്യൽ ഹയറാർക്കിനെ കുറിച്ച് പറയുന്നത് ഫസ്റ്റ് സെനേറ്റേഴ്സ്. ഫസ്റ്റ് ഉണ്ടായിരുന്ന ആളുകൾ സെനേറ്റർമാരായിരുന്നു. രണ്ടാമത്തെ ആള് ഇക്വൈറ്റ്സ്. രണ്ടാമത്തെ ആളുകൾ ഇക്വൈറ്റ്സ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം നെയ്സ്, അവരെന്ന പ്രഭുക്കന്മാരായിരുന്നു. നെയ്സ് അവരുടെ കാര്യം, അവർ ഹോഴ്സ്മാൻ, അതായത് അവർ ആർമിയിലുണ്ടായിരുന്നു. ഒരേ സമയത്ത് അവർ ആർമിയിലുണ്ടായിരുന്നു. ലാൻഡ് ഓണേഴ്സ് ആയിരുന്നു, ഷിപ്പ് ഓണേഴ്സ് ആയിരുന്നു അവർ. അതായത് സെനറ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ലാൻഡ് ഓണേഴ്സാണ് സെനറ്റേഴ്സ്. ബട്ട് ദേ വെർ നോട്ട് ട്രേഡേഴ്സ്. ഇവർ ട്രേഡേഴ്സാണ്, പക്ഷേ ഇവർ ലാൻഡ് ഓണിങ്ങും ആണ്, ബട്ട് നോട്ട് ട്രേഡേഴ്സ്. ഇവർ ട്രേഡല്ല. അതാണ് സെനറ്റേഴ്സും ഇക്വൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ സെനറ്റർമാരാണ് സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെക്കാൾ ഒരുപടി മുന്നിലുണ്ടായിരുന്ന ആളുകൾ. അപ്പം ഇക്വൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ ഹോഴ്സ്മെൻ ആയിരുന്നു. ഹോഴ്സ്മെൻ എന്ന് പറഞ്ഞാൽ നൈറ്റ്സ്, അവർ പ്രഭുക്കന്മാരും അല്ലെങ്കിൽ ആർമിയിൽ വലിയ ഉദ്യോഗത്തിലുണ്ടായിരുന്ന ആളുകളായിരുന്നു. അത് മോറോവർ ദേ വർ ദ ലാൻഡ് ഓണേഴ്സ് ആൻഡ് അൺലൈക്ക് സെനേറ്റേഴ്സ് ദേ വർ ഷിപ്പ് ഓണേഴ്സ് ഓർ ട്രേഡേഴ്സ് ആൻഡ് ബാങ്കേഴ്സുമായിരുന്നു ഈ രണ്ടാമത്തെ കൂട്ടർ. പക്ഷെ അന്നത്തെ ആളുകൾ ഇവരെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ they were addicted to circus and theatrical displays. Yesterday we told ഏകദേശം 176 days, ഒരു കൊല്ലത്ത് 365 ദിവസത്തിൽ ഏകദേശം 176 ദിവസം അവർക്ക് ധാരാളം ഷോകളും കാണാനുള്ള അത്രമാത്രം എൻജോയ് ചെയ്തിരുന്ന ഒരു എൻജോയ്മെൻറ്റിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു സമൂഹമായിരുന്നു. ഇങ്ങനെയുള്ള ഷോകളിലൊക്കെ ആനന്ദം കണ്ടെത്തിയിരുന്ന സമൂഹമായിരുന്നു റോമിലേത് എന്ന് നാം പറഞ്ഞു. സോ അന്നത്തെ ഇവരൊക്കെ ഇത് വൈൻ തുടങ്ങിയ ധാരാളം കാര്യങ്ങളൊക്കെ ആയിട്ട് അഡിക്റ്റഡ് ആയിരുന്നു. സോ ഇത് ഈ പറയുന്ന സെനേറ്റേഴ്സും നൈറ്റ്സും ഇവരൊക്കെ ധാരാളം വലിയൊരു ഹ്യൂജ് ചങ്ക് ഓഫ് എക്കോണമി ഇവരുടെ കയ്യിലായിരുന്നു. എനോർമസ് വെൽത്ത് ഇവരുടെ കയ്യിലായിരുന്നു. പക്ഷേ നാം നേരത്തെ പറഞ്ഞു ഇവിടെ ഫസ്റ്റത്തെ ആളുകൾ സെനേറ്റേഴ്സ് ആയിരുന്നു, രണ്ടാമത്തെ ആളുകൾ ഇക്വൈറ്റ്സ് ആണ്, മൂന്നാമത്തെ ആളുകൾ ആർമി. ആർമിയാണ് മൂന്നാമത്തെ ഇതിലെ വിഭാഗം. പക്ഷേ ആർമിയിലെ പോലെ ഇവർ പവർഫുൾ ആയിരുന്നില്ല. ഈ രണ്ട് വിഭാഗക്കാർ ആർമിയെ പോലെ പവർഫുൾ ആയിരുന്നില്ല. ഇവർ രണ്ടും അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഈ ആദ്യത്തെ രണ്ട് കൂട്ടർ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും വരുന്ന ആളുകളാണ്. പക്ഷെ ആർമിയിലെ ആളുകൾ അവർ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾക്കാണ് ആർമിയിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കും. സോ ഇവർ അരിസ്റ്റോക്രാറ്റിക് അല്ല, പക്ഷെ ഇവരായിരുന്നു പവർഫുൾ. അപ്പോൾ ഇത് മൂന്നും സമൂഹത്തിലെ അപ്പർ ക്ലാസ്സുകളാണ്. സെനേറ്റേഴ്സ് ആവട്ടെ, ഇക്വൈറ്റ്സ് ആവട്ടെ, ആർമി ആവട്ടെ. രണ്ടാം വേറൊരു കൂട്ടമാണ് മിഡിൽ ക്ലാസ്. സമൂഹത്തിലെ മിഡിൽ ക്ലാസ്. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ അവർ ഇമ്പീരിയൽ സർവീസ്, രാജാവിൻ്റെ രാജകൊട്ടാരമായിട്ട് അതിൻ്റെ സർവീസിൽ ഉള്ള ആളുകളാണ് മിഡിൽ ക്ലാസ്. ഫസ്റ്റ് പറഞ്ഞ കൂട്ടർ അപ്പർ ക്ലാസ് ആണ്, സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള ആളുകളാണ്. രണ്ടാമത് പറയുന്ന ആളുകൾ മിഡിൽ ക്ലാസ് ആണ്. അതിൽ
ഇമ്പീരിയൽ സർവീസിൽ ഉള്ള ആളുകളുണ്ട്, രാജാവും കൊട്ടാരവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സർവീസുകൾ ചെയ്യുന്ന ആളുകൾ. അതിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കൂട്ടരാണ് ട്രേഡേഴ്സ്, ട്രേഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ടാമത്തെ കമ്മ്യൂണിറ്റിയാണ്. മൂന്നാമത്തെ കമ്മ്യൂണിറ്റിയാണ് ഫാർമേഴ്സ്. ഫാർമേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഫാർമേഴ്സ് അല്ല, മറിച്ച് അവർ ധാരാളം വിശാലമായിട്ടുള്ള കൃഷിയിടമുള്ള ഫാർമേഴ്സാണ് അവരെ. അപ്പോൾ ഒന്നുകൂടെ എഴുതാം, ഇമ്പീരിയൽ സർവീസിലുള്ള ആളുകൾ, ട്രേഡേഴ്സ് ഉണ്ട്, ഫാർമേഴ്സ് ഉണ്ട്. ഈ പറയുന്ന മൂന്നാൾക്കാരെയും ടാസിറ്റസ്, നാം നേരത്തെ പറഞ്ഞ ഹിസ്റ്റോറിയൻസ് വിളിച്ചിട്ടുള്ള റെസ്പെക്റ്റബിൾസ് എന്നാണ്. ആളുകൾ ബഹുമാനിക്കുന്ന ആളുകൾ എന്നാണ് ടാസിറ്റസ്. അതായത് ഇവർക്കും എന്തുണ്ടായിരുന്നു, ഒരു പരിധി വരെ മറ്റുള്ള ആളുകൾ ബഹുമാനം വക വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു. ഇനി അപ്പർ ക്ലാസ്സിനും പറഞ്ഞു, മിഡിൽ ക്ലാസ്സിനും പറഞ്ഞു, ഇനി ലോവർ ക്ലാസ് ആരായിരുന്നു? അവിടുത്തെ ലോവർ ക്ലാസ് ആരായിരുന്നു? അതിനെ അന്നത്തെ കാലത്ത് വിളിച്ചുകൊണ്ടിരുന്ന പേര് ഹുമിലോറസ് എന്നായിരുന്നു. ഹുമിലിയോസ്. അതായത് ഈ പറയുന്ന സോഷ്യൽ സ്ട്രാറ്റയുടെ ഏറ്റവും അടിഭാഗത്ത് അല്ല, അതിന് തൊട്ട് മുകളിലായിട്ട് കിടക്കുന്ന ആളുകളായിരുന്നു. അതായത് ഇവർ വർക്ക്മെൻ, ആർട്ടിസാൻസ്, അതുപോലെ തന്നെ വേജ് വർക്ക് ചെയ്യുന്ന ആളുകൾ തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരുന്നു ലോവർ ക്ലാസ്സിലുള്ള ആളുകൾ. ഏറ്റവും താഴെയുള്ള ആളുകളായിരുന്നു സ്ലേവ്സ്. ഏറ്റവും താഴെയുള്ള ആളുകളായിരുന്നു സ്ലേവ്സ്. സോ നാം ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാം ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മറക്കാതിരിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയായിരുന്നു ഒരു എക്കോണമി എങ്ങനെയായിരുന്നു നിലനിന്ന് പോയതെന്ന് നാം പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് വർക്കിംഗ് സ്ലേവ്സിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത് തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ സോഷ്യൽ ഹയറാർക്കി എങ്ങനെയായിരുന്നു, ആരൊക്കെയായിരുന്നു അവിടെ ഉന്നത കുലജാതരായിട്ടുണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു, അതെങ്ങനെയൊക്കെയാണ് അവരുടെ അവരുടെ സമൂഹത്തിൽ അവരുടെ സ്ട്രാറ്റകൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നാം പറഞ്ഞു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ തന്നെ ബാക്കിയായിട്ടുള്ള എങ്ങനെയായിരുന്നു അവിടുത്തെ മോണിറ്ററി സിസ്റ്റം, എന്തായിരുന്നു അവിടുത്തെ കോയിൻ, എങ്ങനെയൊക്കെ ആയിരുന്നു അവിടുത്തെ കോയിനേജ് ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. സോ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. സീ യു.